ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് പരടിയാട്ടിൽ. ഞാനൊരു മാസമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ മലയാളം വീഡിയോസ് ആദ്യം ഇട്ടത് അത്ര എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല, കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു എക്സ് സർവീസ് മാനാണ്, എബവ് 50. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ 40 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും പല പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ലേഡീസ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, പല പല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ BP-യുടെ പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്ന് മെയിനായിട്ട് ആൾക്കാർ എന്താ ചെയ്യുന്നത്, പെട്ടെന്നൊരു ഷുഗർ വന്നു അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ വന്നു, നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു, നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സത്യം പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. ശരീരത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ പോരാ, നിങ്ങൾ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. 1 മണിക്കൂർ. ആര് വിചാരിച്ചാലും ആദ്യം വിചാരിക്കും 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. വേണ്ട, 10 മിനിറ്റ്. ഒരാഴ്ച കഴിഞ്ഞാൽ അതൊരു 20 മിനിറ്റ്, ഒരാഴ്ച കഴിഞ്ഞാൽ അതൊരു 30 മിനിറ്റ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അതിന് നിങ്ങളിങ്ങനെ എക്സസൈസുകൾ ചെയ്യണം. ഇപ്പോൾ ഷുഗർ മാറാൻ വേണ്ടി, കൊളസ്ട്രോൾ മാറാൻ വേണ്ടി പല വിധത്തിലുള്ള എക്സസൈസുകളുണ്ട്. എനിക്ക് ഓൾറെഡി ഷുഗർ ഉണ്ടായിരുന്ന ആളാണ്. ഞാനൊരു 10-15 വർഷം മുമ്പ് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ, നല്ല രീതിയിൽ ഞാൻ ഭക്ഷണം കഴിക്കും. ആവശ്യമുള്ളത് മാത്രം. ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള അനാവശ്യമായ സാധനങ്ങൾ, ഫ്രൈ ചെയ്ത സാധനങ്ങൾ, ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഞാൻ കഴിക്കാറില്ല. അത്യാവശ്യം വന്നാൽ മാത്രം ടേസ്റ്റിന് വേണ്ടി കുറച്ച് കഴിക്കും. അല്ലെങ്കിൽ നോർമലി ഞാൻ കഴിക്കാറില്ല. ബേക്കറി ഐറ്റംസ് കഴിക്കാറില്ല. പിന്നെ നല്ല എക്സസൈസ് ചെയ്യും, ഭക്ഷണം കുറച്ച് കഴിക്കും. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. രാവിലെ എണീക്കണം, കുറച്ച് നടക്കുക, കുറച്ച് എക്സസൈസ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു ഭക്ഷണക്രമത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാവണം. എന്നാലാണ് നമുക്ക് ഈ മരുന്നൊന്നുമില്ലാതെ ഈ ലോകത്ത് നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയും എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു പോകേണ്ടത്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അതനുസരിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.